Good morning, everyone. വീക്കോണ്ട് മുമ്പ് തന്നെ കുറെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള നല്ല കാര്യം. വിരാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ സ്പീക്കർ വരും, സ്പീക്കർ ഇപ്പോ സംസാരിക്കാൻ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കണം. ഒരു കാര്യം പറയട്ടെ, ഞാനൊരു സ്പീക്കർ അല്ല, ഞാനൊരു പബ്ലിക് സ്പീക്കിങ്ങിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരു പ്രൊഫഷണൽ സ്പീക്കർ ഒന്നും അല്ല. സ്കൂളിലാണെങ്കിലും കൂടി ടീച്ചേഴ്സ് നമ്മളിങ്ങനെ പിക്ക് ചെയ്യാറില്ലേ, ഈ പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാറില്ലേ. അപ്പോ അതെനിക്ക് ഒരുപാട് പേടിയുള്ള കാര്യമുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ കണക്കാക്കുക. എന്റെ ഒരു ജേർണി ഷെയർ ചെയ്യണ പോലെ. നിങ്ങൾക്ക് കോഫി ആണോ ടീ ആണോ എന്താ ഇഷ്ടമുള്ളത് കുടിച്ചിരുന്ന് പറയുന്നത് കേൾക്കുക. 40-45 മിനിറ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇതൊരു വൺ വേ സെക്ഷൻ ആണ്. അപ്പോ ഈ ഒരു സെക്ഷനിൽ വൺ വേ ആണ്. പക്ഷെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ചില സെക്ഷൻസ് രണ്ടുപേരും ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എനിക്കൊന്ന് കറക്റ്റ് ആണെന്ന് എനിക്കൊന്ന് കീപ്പ് ചെയ്ത് തരാമെന്നുള്ളതാണ്. ബിസിനസ് എന്തിന് സക്സസ്ഫുൾ ആവണം എന്നുള്ളത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ ഒറീസ എന്ന ചെറിയ ഒരു ടൗണിലാണ് ജനിച്ചത്. എന്റെ പേരൻസ് കേരളയിൽ നിന്നായിരുന്നു. ഞാൻ കേരളയിൽ ജീവിച്ചിട്ടില്ല. ചെറിയൊരു റെയിൽവേ ടൗൺഷിപ്പിലാണ് ഞാൻ ജനിച്ചത്. ചെറിയൊരു ടൗൺഷിപ്പാണ്. 10-40,000 ഉള്ള ജനസംഖ്യ ഉള്ളൂ. ഒരു റെയിൽവേ ടൗൺഷിപ്പ്, അവിടെയായിരുന്നു ഞാൻ വളർന്നത്. ഇന്ത്യൻ റെയിൽവേസിന്റെ ഒരു ടൗൺഷിപ്പിലായിരുന്നു. എന്റെ ഫാദർ വന്നിട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തപ്പോൾ രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വീടും ഒരുപോലെ ഇരിക്കും. റെയിൽവേ കോളനി എന്നുള്ള സ്ഥലത്ത് എല്ലാം ഒരുപോലെ ഇരിക്കും. വീടുകൾ ഒരേ സ്ഥലത്താണ് ജോലിക്ക് പോണത്. എല്ലാവരും മാതാപിതാക്കൾ ഒരേ ഓഫീസിൽ ജോലിക്ക് പോണു, അതിൽ റെയിൽവേയിൽ ജോലിക്ക് പോണു. എല്ലാ കുട്ടികളും ഒരേ സ്കൂളിൽ പഠിക്കുന്നത്, അതായത് സെൻട്രൽ സ്കൂളിൽ, കേന്ദ്ര വിദ്യാലയ എന്ന സ്കൂളിലാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. അപ്പൊ ആകെ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൽവേ കോളനി, ആ ഒരു ഇത് മാത്രമേ കാണുന്നുള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. മൂത്തത് ബ്രദറാണ്, 8 വയസ്സ് മൂത്ത ആളാണ്. അക്കാഡമിക്കൽ ആള് ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു, ചാമ്പ്യൻ ആയിരുന്നു. ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിലൊക്കെ ഒറീസിനെ റെപ്രസെന്റ് ഒക്കെ ചെയ്യുമായിരുന്നു. എന്റെ എൽഡർ സിസ്റ്റർ എന്ന് പറയുന്ന ആള് സ്പോർട്സിന് ചാമ്പ്യൻ ആയിരുന്നു. എന്റെ യങ്ങർ ആയിട്ടുള്ള സിസ്റ്റർ ആണെങ്കിൽ അത് അക്കാഡമിക്കൽ ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു. അപ്പൊ ഇവരുടെ 3 പേരുടെയും പേര് സ്കൂളിൽ ബോർഡിൽ എപ്പോഴും ഉണ്ടാവും. ഇന്നും പോയി നോക്കിയാൽ ആ സ്കൂളിലെ ബോർഡിൽ എന്റെ സിബ്ലിങ്സിന്റെ 3 പേരുടെ പേരുണ്ടാവും. എന്റെ മാത്രം ഉണ്ടാവാറില്ല. അപ്പോ എന്റെ ടീച്ചേഴ്സ് എന്നോട് പറയാറുണ്ട്, നീ എങ്ങനെ ഈ കുടുംബത്തിൽ വന്നു എന്നുള്ളത്. അത് ഞാൻ പഠിക്കാൻ അത്ര മോശമായിരുന്നു, ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പി ഗോ ലക്കി പേഴ്സണെ പോലായിരുന്നു. എന്റെ ശരിക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് ചെലവഴിക്കുക, വീട്ടിൽ വരുന്നത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രം. അപ്പൊ എന്റെ ഫാദർ എപ്പോഴും പറയാണ്, ഇതൊരു വീട്, അതൊരു ഹോട്ടലല്ല. ശരിക്കും ഒരു മലയാളി ഒരു ക്രിസ്ത്യന്റെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു പ്രയർ ടൈം ഉണ്ടാവും. ഇപ്പൊ 8 മണി എന്നുള്ള കട്ട് ഓഫ് ടൈം, വീട്ടിലെത്താനുള്ള കട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 8 മണിയായിരുന്നു. ഞാൻ ഫ്രണ്ട്സുമായിട്ട് കളിച്ചിരിക്കുമ്പോൾ സമയം പോകുന്ന കാര്യം ഞാൻ അറിയാറുണ്ടായിരുന്നില്ല. അപ്പൊ 8 മണി കഴിയും. അപ്പൊ ചിലപ്പോൾ സംസാരിച്ച് 10 മണി വരെയൊക്കെ ഞാൻ അവരോട് ഇരിക്കാറുണ്ട്. അപ്പൊ 8 മണി കഴിഞ്ഞ് ഞാൻ പോവാതെ 8 മണിക്ക് പോയാലും അടി കിട്ടും, 10 മണിക്ക് പോയാലും. അപ്പൊ ഞാൻ 10 മണിക്കേ പോകാറുള്ളൂ.
10th കഴിഞ്ഞപ്പോ മാത്സ് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എനിക്ക് മാത്സ് അപ്പൊ സയൻസും മാത്സും എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് ഫീൽഡ് ചൂസ് ചെയ്ത് മാത്സ് പഠിക്കാത്ത ഏത് ഫീൽഡ് എടുക്കണം നോക്കുമ്പോൾ ഈ കാരണം മാത്സിൽ ഈ കോസ് തീറ്റ ടെക്നോമെട്രി ഒന്നും എനിക്ക് എന്ത് ഇത് പഠിക്കുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു എന്തുണ്ടാവണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ കോമേഴ്സ് സെലക്ട് ചെയ്തേ. കോമേഴ്സ് എടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പുതിയ ലോകം ഞാൻ കണ്ടു തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഒരേ ബാച്ച്മേറ്റ്സ് തന്നെ എല്ലാവരും ഒരേപോലെ സ്കൂൾ ഗവൺമെന്റ് ഓഫീസിൽ പോകുന്ന ആൾക്കാരായിരുന്നു. ഞാൻ കോമേഴ്സ് എടുത്ത് കോളേജിൽ പോയപ്പോൾ ബാച്ച്മേറ്റ്സ് മൊത്തം ആക്ച്വലി മാർവാഡീസ് ആയിരുന്നു. അവര് എന്റെ പേരൻസിനെ സാർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. മാർവാഡീസും ഗുജറാത്തീസിനും അവർക്ക് റൈസ് മിൽസ് അല്ലെങ്കിൽ ദാലിന്റെ മില്ല് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ഉള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്റെ ഫാദറിനെ അവര് സാർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ അവരുടെയൊക്കെ വീട്ടിലൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് വീട്ടിൽ പോയി തുടങ്ങിയപ്പോൾ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. എന്റെ ഫാദർ ചേത്തൊക്കെ ഓടിക്കുമ്പോ അവിടെ ഞാൻ എന്റെ വീട്ടിൽ ചെയ്തൊക്കെ ബൈക്കാണെങ്കിൽ അവരുടെയൊക്കെ വീട്ടില് പ്രീമിയം പത്മിനി പോലുള്ള വലിയ വണ്ടികളൊക്കെയാണ് ഓടിച്ചോണ്ടിരുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെ ചെയ്യണം എന്നുള്ള ഒരു തോട്ടിൽ എന്റെ മൂത്ത ബ്രദർ MBA ആണ് ചെയ്തപ്പോ അതുകൊണ്ട് ഇപ്പൊ ഞാനും MBA ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ആ സമയത്ത് MBA എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു പവറുള്ളതായിരുന്നു. അപ്പോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ എക്സ്കോർട്ട് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറി. വനിതാ ബേസ്ഡ് ഒരു കമ്പനിയായിരുന്നു അത്. ഞാൻ ചണ്ഡീഗഡിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി ഹരിയാന ടേക്ക് കെയറിങ് ചെയ്യാനായിട്ട്. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലാണ് ജോലി കിട്ടിയത്. പക്ഷെ ഞാൻ ഭയങ്കര ഫസ്ട്രേറ്റഡ് ആയിരുന്നു. ഞാനന്ന് 24 വയസ്സുള്ള ഒരു ഗൈ ആയിരുന്നു. അവിടുത്തെ എസ്കോർട്ടിലെ ആവറേജ് ഏജ് ആൾക്കാരുടെ എംപ്ലോയീസിന് ആവറേജ് ഏജ് 45 വയസ്സായിരുന്നു. എന്നെ പോലെ 24 വയസ്സുള്ള 2-3 വ്യക്തികൾ കാരണം ആവറേജ് കുറച്ച് ആവറേജിന്റെ ഇത് മാറി. അപ്പൊ അതൊരു ഭയങ്കര ഫസ്ട്രേറ്റ് ആയിരുന്നു. ഇങ്ങനെ ഭയങ്കര വളരണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ ആരോ പറഞ്ഞു, ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. അങ്ങനെ എനിക്ക് GE ക്യാപിറ്റൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. 2003 എസ്കോർട്ടിൽ 3 വർഷം വർക്ക് ചെയ്തതിനു ശേഷം ഞാൻ GE ക്യാപിറ്റൽ ജോയിൻ ചെയ്തു. 2004 എൻഡിലാണ് നമ്മുടെ ഗൈഡിംഗ് ലൈന് നമ്മുടെ പാർട്ട്ണർ സച്ചിൻ ഗുപ്തനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് കൊളീഗ്സ് ആയിരുന്നു. ഞാൻ GE നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ലക്നൌവിൽ പോയി, അവിടുന്ന് പ്രൊമോഷനായി, ബറോഡയിൽ പ്രൊമോഷനായി ലക്നൌവിൽ പോയി. അങ്ങനെ അലഹബാദ്, ബനാറസ് അവിടെയെല്ലാം ഞാൻ പ്രൊമോഷനായിട്ട് ഞാൻ ട്രാവൽ ചെയ്തപ്പോ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു വർക്ക്. ഞാൻ കൽക്കട്ട ബേസ് ചെയ്തു ഹെഡായി. ഞാൻ ആസാമിൽ ട്രാവൽ ചെയ്ത് തുടങ്ങി, ബീഹാറിൽ ട്രാവൽ ചെയ്തു, ഒഡീസയിൽ ആൻഡ് ബംഗാളിലും ഇവിടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തു. അങ്ങനെ എനിക്ക് സിറ്റി ബാങ്കിലോട്ട് പിന്നെ എനിക്ക് മൂവ് ചെയ്യാൻ അവസരം കിട്ടി 2006. ഒരു 13 മാസം കൊണ്ട് വെസ്റ്റേൺ ഇന്ത്യയുടെ ഹെഡ് ആയിട്ട് മാറി സിറ്റി ബാങ്കിന്റെ. അപ്പൊ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. വെസ്റ്റേൺ ഇന്ത്യയുടെ ഹെഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മുംബൈയിലോട്ട് മാറി. അതിന് പ്രൊമോഷൻ കിട്ടി, ഒരു ഡയറക്ടറായി. അപ്പൊ എല്ലാം നോക്കി നല്ല ഗ്ലാമർ ആയിട്ടുള്ള ഒരു പൊസിഷൻ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ഹാപ്പി റോബോ. എന്താണ് ഹാപ്പി റോബോ എന്ന് വെച്ചാല്, സന്തോഷം എന്താന്ന് വെച്ചാൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് നല്ല ജോലി കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് റോബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്റെ ജീവിതം ഒരു റോബോട്ടിക് പോലെ ആയിപ്പോയി. ജോലി എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല, എന്റെ ജീവിതം എന്റെ ജോലിയുടെ ഭാഗമായിട്ട് മാറുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു.
ജീവിതം എന്റെ ജോലിയുടെ ഭാഗമായിരുന്നു. കാരണം എന്തുകൊണ്ട് മുംബൈയിൽ മാറിക്കഴിഞ്ഞപ്പോ 3 മണിക്കൂർ ഞാൻ റോഡിൽ തന്നെയായിരുന്നു എല്ലാ ദിവസവും. നിങ്ങൾക്ക് അതിന് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് മുംബൈയുടെ ഒരു ഐഡിയ എന്താന്നുള്ളത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന നവി മുംബൈയിലായിരുന്നു. എന്റെ ഓഫീസ് ഉണ്ടായിരുന്ന പരയിൽ എന്ന സ്ഥലത്തായിരുന്നു. എനിക്ക് വീട്ടിൽ രാവിലെ 8:30 ഇറങ്ങണം. അല്ല സോറി 8 മണിക്ക് ഇറങ്ങണം. 8 മണിക്ക് ഇറങ്ങിയാലേ എനിക്ക് 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഓഫീസിലെത്താൻ പറ്റുള്ളൂ. ഞാൻ 8:30ക്കാണ് ഇറങ്ങുന്നതെങ്കിൽ അപ്പൊ ഞാൻ ക്രൗഡിനെ ഹിറ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ മനസ്സിലാവുന്നില്ലെങ്കിൽ മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വേ ട്രാഫിക് ആണ്. എല്ലാം മുംബൈ കംപ്ലീറ്റ് ആയിട്ട് 1 വേ സൗത്തിലോട്ടാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ആൾക്കാർ നോർത്തിൽ താമസിക്കും, സൗത്തിലോട്ട് പോയി വർക്ക് ചെയ്യും. അപ്പൊ ഈവനിങ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ട്. കാരണം 3 സൈഡ് വെള്ളമാണ്. അപ്പൊ 8:30ക്കാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ 2 മണിക്കൂർ ആയിപ്പോകും. ക്രൗഡിന് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രാഫിക്കിൽ പെട്ട് ലേറ്റ് ആവും. ഇപ്പൊ 10:30 ആവും. പണ്ട് 10 മണിക്ക് ഓഫീസ് തുടങ്ങും. അപ്പൊ 10:30 ആയി പോകും ഞാൻ. അപ്പൊ 8:30ക്ക് ഞാൻ അതുകൊണ്ട് 8 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പൊ ഞാൻ 9:30 ആകുമ്പോൾ എത്തും. ഇതുപോലെ തന്നെ തിരിച്ചു വരുമ്പോ ഞാൻ 8 മണി കഴിയാണ്ട് ഇറങ്ങില്ലേ ഓഫീസിൽ നിന്ന്. കാരണം കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയും ട്രാഫിക്കിനകത്തായി പോകും. അത് നോർമലി ഞാൻ 8:30 9 മണിക്കൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പൊ ഞാൻ 10 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. ഇതായിരുന്നു ഞാൻ ലൈഫ്. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. കമ്പനി എനിക്കൊരു വീട് തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടീം ഉണ്ടായിരുന്നു. എല്ലാവരും എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതായിരുന്നു എന്റെ ലൈഫ് എന്ന് പറയുന്നത്. കാരണം എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര വലുതായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആക്ച്വലി കുട്ടികളെ കാണാറുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോ നോക്കുമ്പോഴും അവർ ഉറക്കമാണ്. അവരെ ഞാൻ ഹൊറിസോണ്ടലിയാണ് ഞാൻ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവർ ഉറങ്ങാണ്. ഞാൻ രാവിലെ എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ അവർ ഓൾറെഡി സ്കൂളിലേക്ക് പോയി കഴിയും. അപ്പൊ ഇത് ശരിക്കും സന്തോഷമാണ്. യെസ്, നല്ല സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ ഒരു ഹാപ്പി റോബോ ആയിരുന്നു. എല്ലാം നല്ല ഗ്ലാമർ ഉള്ള ജോലിയാണ്. എല്ലാം നല്ല ഷൈനിങ് ആയിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ ലൈഫ് ഇങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ലൈഫ് അതെനിക്ക് വേണ്ടായിരുന്നു. ഇനി അടുത്ത 30 വർഷം ഇതുപോലെ ജോലിക്ക് പോവാ വീട്ടിൽ വരാ അങ്ങനെ ഒരു ഇത് എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് കിട്ടുന്നത്. ഞാൻ സച്ചിൻ ഭായോട് സംസാരിച്ചു. അന്ന് വി പാർട്ണർ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഓപ്പർച്യൂണിറ്റി കണ്ടു. ഞാൻ ഇമീഡിയറ്റ്ലി ഞാൻ സൈൻ അപ്പ് ആയി. 2009 7th ഒക്ടോബറിലാണ് ഞാൻ സൈൻ അപ്പ് ആവുന്നത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫാമിലിയുടെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ജോലിയിൽ പോയിക്കൊണ്ടിരുന്നത്. ബിസിനസ് തുടങ്ങിയതിനു ശേഷം ഞാൻ പറയുകയാണെങ്കിൽ ഒട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ജോലിക്ക് പോയാലേ പറ്റൂ. കാരണം വീട് ഓടുന്നത് ജോലി കാരണമല്ലേ. അപ്പൊ ജോലിക്ക് പോകണം എനിക്ക്. പക്ഷെ എനിക്ക് ബിസിനസിനും കൂടെ സമയം കൊടുക്കണമല്ലോ. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു. ഞാൻ തീരുമാനം നല്ലൊരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലി വിടാൻ പറ്റും. അങ്ങനൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോകും. ഈവനിങ് പരയിൽ ടു ബാൻഡ്ര. അപ്പോ അവിടേക്ക് ഞാൻ ബിസിനസ് മീറ്റിംഗിനായിട്ട് പോകുന്നത്. അതൊക്കെ ഫിസിക്കൽ മീറ്റിംഗ്. ഇന്നലെ സൂം, അന്ന് ഫിസിക്കലി ആയിരുന്നല്ലോ. അപ്പൊ ബാൻഡ്ര എന്ന് പറയുന്നത് വേറെ കുറച്ചുകൂടി ദൂരമുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ ബോംബെയുടെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ പോലെയായിരുന്നു. ഈ എല്ലാ 3 ദൂരത്തേക്ക് പോകാനായിട്ട് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. എവറി ഡേ ഇതുപോലെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ രാത്രി 2 മണിക്കാണ് വീട്ടിൽ വന്നോണ്ടിരുന്നത്. ഈ പാല് കൊണ്ടുവരുന്ന പേപ്പർ കൊണ്ടുവരുന്ന ആൾക്കാരെ ഞങ്ങൾ ഒരുമിച്ച് ലിഫ്റ്റിൽ വെച്ച് കാണാറുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ പാലും പേപ്പറും തന്നോളൂ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മേടിച്ചു. അപ്പൊ അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അത്രയും ഒരു ടൈം കൊടുത്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്തത്. കാരണം ഈ ഒരു വെഹിക്കിൾ മാത്രമേ എനിക്ക് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ വർഷം എല്ലാ ദിവസവും ഇതുപോലെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരുന്നു. ടീം ബിൽഡ് ചെയ്തു. അപ്പൊ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ജോലി വിട്ടു. 2010 ഒക്ടോബർ 15 ജോലി വിടുകയാണ് സിറ്റി ബാങ്കിൽ നിന്ന്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ബിസിനസ് ബിൽഡ് തുടങ്ങി. ഡൽഹിയിൽ ട്രാവൽ ചെയ്ത് തുടങ്ങി സച്ചിൻ ഭായിയോടൊപ്പം. അപ്പോ വീക്കെൻഡ്സിൽ ഡൽഹിയിൽ പോയി തുടങ്ങി. അഹമ്മദാബാദിൽ പോയി തുടങ്ങി. ഒരുപാട് സമയം കൊടുത്തു. ചെന്നൈയിൽ ട്രാവൽ ചെയ്ത് തുടങ്ങി. ദുബായിൽ ട്രാവൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ എല്ലായിടത്തും എന്റെ വൈഫ് ട്രാവൽ ചെയ്ത് തുടങ്ങി. സിംഗപ്പൂരിൽ, ദുബായിലൊക്കെ 15 days ഒക്കെ ഞാൻ വന്ന് ബിൽഡ് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ വർഷമായപ്പം ഞാൻ മാക്സ് ഔട്ട് ആയി. നിങ്ങൾക്ക് എത്ര ഉള്ളത് മനസ്സിലാവുന്ന അറിയില്ല. മാക്സ് ഔട്ട് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ ഇൻകത്തിന് ഒരു സീലിംഗ് ടച്ച് ആവത്തില്ലേ, അത് ഞാൻ ഹിറ്റ് ചെയ്തു 3 വർഷമായപ്പോ. 2.5 വർഷമായപ്പോ ഞാനത് ഹിറ്റ് ചെയ്തു. ഫെബ്രുവരി 2012 ഫെബ്രുവരി മാർച്ച് 2012 ഞാൻ മാക്സ് ഔട്ട് ആയത്. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാക്സ് ഔട്ട് ആയിക്കൊണ്ടേയിരുന്നു. 4ാമത്തെ വർഷമായപ്പോ ബിസിനസ് ഓട്ടോ മോഡിലേക്ക് തനിയെ വന്നു. ബിസിനസ് ഉണ്ടായിരുന്നു, ടീം ഉണ്ടായിരുന്നു, എല്ലാം ഓട്ടോ മോഡിലോട്ട് വന്നു. ഒരുപാട് ലീഡേഴ്സ് വന്നു. ഞാൻ എന്തിനാ ഈ ജേർണി ഷെയർ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ജേർണിയോട് എനിക്ക് എന്താണെന്നല്ലേ. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, 3ാമത്തെ വർഷം നമ്മൾ മാക്സ് ഔട്ട് ആയി തുടങ്ങിയില്ലേ. അപ്പൊ ആ സമയം തൊട്ട് ബിസിനസ്സിൽ റോക്കിംഗ് ആയി തുടങ്ങി. 4th ഇയർ തൊട്ട് കംപ്ലീറ്റ്ലി ഓട്ടോ മോഡ് 4ാമത്തെ വർഷം ആയി തുടങ്ങി. 5ാമത്തെ വർഷം തൊട്ട് ഞാൻ ആക്ച്വലി ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടില്ല. 2014 തൊട്ട് ആക്ച്വലി ബിസിനസ് ഞാൻ ഇൻവോൾവ് ആയില്ല. ബിസിനസ് തനിയെ ഓടിക്കൊണ്ടേയിരുന്നു. ആ പാൻഡമിക് വന്ന സമയത്താണ്, സൂം വന്ന സമയത്ത് VP സച്ചിൻ പറഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ പിന്നെയും ആക്റ്റീവായി തുടങ്ങിയത്. 3rd ഇയർ മാക്സ് ഔട്ട് ആയി, 4th ഇയറിൽ ഓട്ടോ മോഡലായി. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്ന, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ആ 3ാമത്തെ വർഷം 4ാമത്തെ വർഷം നടന്നത്, മാക്സ് ഔട്ടിങ് ഓട്ടോ മോഡൽ ആയതെല്ലാം എന്റെ ആദ്യത്തെ ഒരു വർഷം കൊണ്ടായിരുന്നു. ആ ആദ്യത്തെ ഒരു വർഷത്തെ കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്തോണ്ടിരിക്കും. നിങ്ങളെപ്പോൾ തന്നെ അന്ന് സ്റ്റാർട്ട് ചെയ്തത്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ് ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. എന്റെ ആദ്യത്തെ ഒരു വർഷം എന്റെ ജോലിയുടെ ശമ്പളത്തെക്കാൾ ഒരുപാട് കുറവായിരുന്നു എന്റെ ബിസിനസിന്റെ ഇൻകം. പുറമെ ഒന്നും നടക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. എന്റെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ വളരുന്നുണ്ടായിരുന്നു. എന്റെ ബിസിനസ്സിലെ സക്സസിന്റെ എല്ലാത്തിനെയും ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എന്റെ ഫസ്റ്റ് ഇയറിന് ഞാൻ കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ബുർജ് ഖലീഫ ഒരു ഓർഗനൈസേഷൻ, ഒരു വലിയ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഫൗണ്ടേഷനിലാണ്. ആളുകൾ പറയും ബുർജ് ഖലീഫ 3 വർഷം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും അത് 5 വർഷമാണ്. 2 വർഷം അത് ശരിക്കും താഴേക്ക് അണ്ടർ ദ ഗ്രൗണ്ടിലേക്കാണ് അത് കെട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ ട്രീ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം റൂട്ട്സിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്തെന്ന് വെച്ചാൽ, കാരണം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്. നമ്മൾ ആദ്യത്തെ വർഷം എന്താണോ ചെയ്യുന്നത് അതാണ് ഡിസിഷൻ. സെക്കൻഡ് ഇയറും 3rd ഇയർ എന്താണെന്ന് ഡിസിഷൻ വരുന്നത് ഫസ്റ്റ് ഇയർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്നോട് തുടക്കത്തിലേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 3 തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുന്നത് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കാറ്റഗറി എയിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ്സിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ചില ഇവിടെ ഇരിക്കുന്ന ചില നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരാണ്, ചില കേരളയിലുള്ള ആൾക്കാർ. നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലോട്ടറി ടിക്കറ്റ് എന്നുള്ളത്. കേരളയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വിവര ഷോപ്പിന്റെയും വെളിയിൽ കണ്ട ലോട്ടറി ടിക്കറ്റ്സ് വിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ലോട്ടറി ടിക്കറ്റ് വിശ്വസിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഇവിടെ ബിസിനസ് കേൾക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോ ഇത് നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോന്നൽ വരും, അങ്ങ് സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ അവരെ കാണാനുണ്ടാവാറില്ല. പിന്നെ ഒരു ട്രെയിനിങ് സെന്ററിലില്ല, ഒരു സെക്ഷൻസിനും ഇരിക്കാറില്ല, വെൽക്കത്തിന് കാണാറില്ല, IIP-ലും എങ്ങും കാണാറില്ല. ചിലപ്പോ കൊടിവരി ആയാലോ എന്നും പറഞ്ഞ് തുടങ്ങുന്നു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവർ പിന്നെ കാണാറില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഇന്ന് ഞാൻ അവരെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ ആരും ആ കാറ്റഗറിപ്പെട്ട ആൾക്കാരല്ല. ഇവിടെ കാറ്റഗറിയിലുള്ള ആരും ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നൊരു സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് വെൽക്കം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇതിപ്പോ വെൽക്കം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ സെക്ഷൻ. അപ്പൊ നിങ്ങൾ ഒരിക്കലും കാറ്റഗറി എയിലുള്ളതല്ല. അപ്പൊ നിങ്ങൾ ഒന്നിൽ കാറ്റഗറി ബി അല്ലെങ്കിൽ കാറ്റഗറി സിയിലുള്ള ആൾക്കാരാണ്. കാറ്റഗറി ബിയും സിയും തമ്മിൽ എന്താണ് വ്യത്യാസം? കാറ്റഗറി ബിയും സിയും വെച്ചാൽ രണ്ട് കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞത്. ഒരു കുട്ടിയോട് പറയും ഓടിപ്പോയിട്ട് ഒരു മരത്തിൽ തൊട്ടിട്ട് തിരിച്ചോടി വരിക, അപ്പൊ നിനക്കൊരു മുട്ടായി തരാന്ന് പറയും. കാറ്റഗറി സി ഓക്കെ എങ്കിൽ ഞാൻ പോയി തൊട്ടിട്ട് ഓടി വരാം, ചോക്ലേറ്റ് തരാന്ന് പറഞ്ഞ് ചോക്ലേറ്റ് മേടിക്കും. കാറ്റഗറി ബിയിലെ കുട്ടിയാണെങ്കിലോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എനിക്ക് ഇന്നലെ മുട്ടായി തരുന്നത്, നമ്മൾ തമ്മിൽ എന്താണ് അതിന്? ഇതിനകത്ത് എന്ത് ഗ്യാരണ്ടിയിൽ മുട്ടായി ഉണ്ടെന്നുള്ളത്? അപ്പൊ എനിക്കിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചോക്ലേറ്റ് മാറ്റി തരുമോ? എന്താ ഒരു ചോക്ലേറ്റ് 2 ചോക്ലേറ്റ് എന്താ തരാത്ത? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ടൈമിൽ കാറ്റഗറി സിയിലെ കുറിച്ച് 3-4 തവണ ഓടി ടച്ച് ചെയ്ത് തിരിച്ചു വന്ന് ചോക്ലേറ്റ് മേടിക്കും. നമ്മുടെ ബിസിനസ് ഇതേപോലത്തെ ആൾക്കാരാണുള്ളത്. നിങ്ങളെല്ലാവരും വെൽക്കം അറ്റൻഡ് ചെയ്ത ആൾക്കാരാന്ന് പറഞ്ഞു. വെൽക്കത്തില് ഒരു വ്യക്തി വന്നിട്ട് 2-2.5 മണിക്കൂർ ഒരു ഹാർട്ട് എടുത്തു വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. ഡ്രീംസിന്റെ ഇമ്പോർട്ടൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഡ്രീംസ് എഴുതണമെന്ന് പറയില്ല, നല്ല ഡ്രീം ബുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, മിനിമം 20 ഡ്രീംസ് എഴുതണമെന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ ഡ്രീംസിന്റെ കാര്യം മാത്രമേ നിങ്ങളോട് സംസാരിച്ച് കാണും അല്ലേ? കാറ്റഗറി സിയിലുള്ള ബിസിനസ്സിലെ പേഴ്സൺ, കാറ്റഗറി സിയിലെ വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലെ സീനിയർ ആയിട്ട് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും എന്ന്. അപ്പോ കറക്റ്റ് പറഞ്ഞതുപോലെ പോയി ബുക്ക് മേടിക്കും, നല്ല ഇമോഷൻസിൽ ഒക്കെ ആയിട്ട് ആ ഡ്രീംസ് കംപ്ലീറ്റ് അതിനകത്ത് എഴുതും. അത് യൂണിവേഴ്സൽ സിഗ്നൽ കൊടുക്കുന്ന പോലെ അവർ അത്രയും ഇമോഷണൽ ആയിട്ട് പറയുന്നത് പോലെ തന്നെ അത് കംപ്ലീറ്റ് മിനിമം 20 ഡ്രീംസ് അവർ കംപ്ലീറ്റ് ചെയ്യും. കാറ്റഗറി ബി ആണെങ്കിലോ എന്തിനാ ഇതിപ്പോ എഴുതുന്നത്? എന്തിനാ ഇപ്പൊ ഡ്രീംസിനൊക്കെ എഴുതുന്നത്? ഇത് ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യമല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ചൈൽഡിഷും ചൈൽഡ് ലൈക്കും ആയിട്ടുള്ളതിൽ 2 വ്യത്യാസമുണ്ട്. അത് കുട്ടിയെ പോലെയും കുട്ടിത്തമായിട്ടുള്ളതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടിയെ പോലെ ആവാന്ന്, ചൈൽഡ് ലൈക്ക് കുട്ടിയെ പോലെ ആവാന്നാ പറയാ. അവരൊന്നും ചിന്തിക്കില്ല, അവരങ്ങ് എഴുതും. അവര് കുട്ടികളോടൊരു കാര്യം ഒരു 50 ഡ്രീംസ് അവർ എഴുതും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, ലോകത്ത് എല്ലാ കാര്യങ്ങളും രണ്ട് തവണ സംഭവിക്കും. ഈ കണ്ണാടി ആയിക്കോട്ടെ, റിമോട്ട് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, എല്ലാം ലാപ്ടോപ്പോ എന്തായിക്കോട്ടെ, നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാം 2 തവണ സംഭവിക്കും. എങ്ങനെയെന്നറിയോ? ഒന്ന് ഇവിടെ നമ്മുടെ തലയിലാണ്, രണ്ടാമത്തെ നമ്മുടെ കണ്ണില്. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നാതെ നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന നമ്മൾ എഴുതണം. അതുപോലെ തന്നെ നെയിംലിസ്റ്റിന്റെ കാര്യം, മിനിമം 500 നെയിംലിസ്റ്റ് എഴുതാൻ പറയും. കാറ്റഗറി സി ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എല്ലാ എക്സൽ ഷീറ്റൊക്കെ എടുത്ത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അവർ എഴുതും. ഡയറിയിലൊക്കെ നെയിംലിസ്റ്റ് എഴുതി വെക്കും. കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പോലെ എല്ലാം അവർ ചെയ്യും. കാറ്റഗറി ബി ആണെങ്കിലോ എന്തിനാ ഇപ്പൊ നെയിംലിസ്റ്റ് എഴുതുന്നത്? എന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ചിന്തകളാണ്. എനിക്കറിയാം എന്റെ കോൺടാക്റ്റിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ എന്തിനാ ഇപ്പൊ നെയിംലിസ്റ്റ് എഴുതുന്നത്? കാറ്റഗറി ബി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ബുക്സിന്റെ കാര്യം, കാറ്റഗറി സി ആണെങ്കിൽ ബുക്സ് വായിക്കും. എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്നോട് ഇതുപോലെ ഈ ഒരു ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോ കാറ്റഗറി ബി ആണോ കാറ്റഗറി സി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 13 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ എന്റെ അപ്ലൈനായിട്ട് 101 ഒരു സെക്ഷൻ വന്നപ്പോ എന്നോട് ചോദിച്ചു കാറ്റഗറി ബി കാറ്റഗറി സി പറഞ്ഞിട്ട് ഏത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ഡ്രീംസ് എഴുതിയായിരുന്നു, പക്ഷെ ഞാൻ നെയിംലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോ ഇൻട്രാക്ഷൻ സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയി. ഒരു കാറ്റഗറി ബിയിലാണല്ലോ ഞാൻ ചിന്തിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്, നിങ്ങൾ കാറ്റഗറി ബിയിലാണെങ്കിൽ നിങ്ങൾ പറയും ചെയ്യട്ടെ, ഞാനും അങ്ങനെ ആയിരുന്നു. അതിൽ ഒറ്റ ഒരു വ്യത്യാസമുള്ളൂ, ഞാൻ തീരുമാനം എടുത്തു. ഇപ്പം മുതൽ ഞാൻ കാറ്റഗറി ബിയിലെ വ്യക്തിയെ പോലെ ഞാൻ ആക്ട് ചെയ്യും. ഞാൻ അതുപോലെ ചെയ്യും ഞാൻ എല്ലാ കാര്യങ്ങളും. അപ്പോ ഞാൻ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 500, 600 നെയിം ലിസ്റ്റിന്റെ മേലെ ഞാൻ എഴുതി. 2 ദിവസം കൊണ്ട് ഞാൻ ആക്ച്വലി ഫൈനൽ പ്ലസ് ഞാൻ നെയിം ലിസ്റ്റ് എഴുതി തീർത്തു. ഇങ്ങനെ ഈ ഇന്ററാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇന്ററാക്ഷൻ അന്ന് എനിക്കുണ്ടായ സമയത്ത് എനിക്ക് 200 ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എഴുതി. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാറ്റഗറി ബി വ്യക്തികൾ ഒരിക്കലും ബിസിനസ് ചെയ്യില്ല. എനിക്ക് കാറ്റഗറി സി ആവണം. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ കാറ്റഗറി സിയെ പോലെ ചിന്തിക്കും. ആ കാര്യങ്ങളും എന്റെ ആക്ഷൻ, എന്റെ ബിഹേവിയർ, എന്റെ തോട്ട്സും എല്ലാം കാറ്റഗറി സി പോലെ തന്നെ ആയിരിക്കും, കാറ്റഗറി ബി പോലെ ആയിരിക്കത്തില്ല. ഇപ്പൊ ബുക്സിന്റെ കാര്യം പറഞ്ഞപ്പോ, ബുക്സ് വായിക്കാൻ പറഞ്ഞപ്പോ, സ്കൂളിലൊക്കെയാണ് എത്ര വലിയ വലിയ പുസ്തകങ്ങളാണ് നമ്മൾ MBA-യിലും ഈ കോമേഴ്സും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ ബിസിനസിന്റെ പുസ്തകം എത്ര ചെറുതാണല്ലേ. അപ്പൊ ഇത് വായിച്ച മില്യണർ ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്നോട് ഇത് പറഞ്ഞപ്പോ, ഇത് വായിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും ബിസിനസ് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞപ്പോ, ഞാൻ ചെറിയ പുസ്തകങ്ങൾ ഇത് കണ്ടപ്പോ, ഇത് പ്രൊഫസേഴ്സ് ഒന്നും എഴുതിയതല്ല. ഈ ബുക്സ് എഴുതിയിരിക്കുന്നത് കുഞ്ഞു പുസ്തകങ്ങൾ, മില്യണേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കുഞ്ഞു പുസ്തകം വായിച്ചില്ലെങ്കിൽ, വായിക്കാതെ ഞാൻ കോടിപതി ആയില്ലെങ്കിൽ ഞാനൊരു ഇഡിയറ്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു. ശരിക്കും പറഞ്ഞാൽ ബുക്ക് ഞാനും തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പാണ്. ഞാൻ ബുക്കിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. അപ്പൊ അങ്ങനത്തെ റിലേഷൻഷിപ്പാണ് എനിക്ക് ബുക്കുമായിട്ട്. എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒരു മരുന്നോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു കുഞ്ഞു ബുക്ക് മതി കയ്യിൽ ഉറങ്ങാനായിട്ട്. ഏത് പുസ്തകത്തിന് ഒരു പേജ് എനിക്ക് ഉണ്ടായാൽ മതി, ഞാൻ ഉറങ്ങും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബുക്ക് വായിക്കണമല്ലോ, കാരണം ഞാൻ കാറ്റഗറി സിയിലാണ് ഡിസിഷൻ എടുത്ത വ്യക്തിയല്ലേ, അപ്പൊ എനിക്ക് വായിക്കണ്ടേ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഇത് വായിച്ചിട്ട് ഞാൻ കോടിപതി ആയില്ലെങ്കിൽ അത് എന്റെ പ്രോബ്ലം അല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ ഡിസിഷൻ എടുത്തു അത് വായിക്കും എന്നുള്ളത്. ഞാൻ പുസ്തകങ്ങൾ ഞാൻ എടുത്തോണ്ട് കൊണ്ടുപോയി. എവിടെ പണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തോണ്ട് പോകില്ലേ, അവിടെ ഞാൻ എടുത്തിട്ട് പോകും. ന്യൂസ് പേപ്പറിലൊക്കെ എന്താ ഉള്ളത്, ബോംബ് ബ്ലാസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ന്യൂസ്, അങ്ങനത്തെ ന്യൂസുകളല്ലേ. ഞാൻ ഈ പുസ്തകം എടുത്തപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോകും, കാരണം അത് വായിച്ചു തീർക്കണമല്ലോ. കംപ്ലീറ്റ് ദിവസം എനിക്ക് ഒരു ദിവസം കൊണ്ട് പുസ്തകം കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴും നമുക്ക് ഉറക്കം വരുമല്ലോ ബുക്ക് വായിക്കുമ്പോ. അപ്പം അച്ഛനും അമ്മയും എന്താ പറയുന്നത്, നടന്ന് വായിക്കാൻ പറയും അല്ലെ. അപ്പൊ അതുപോലെ ഞാൻ നടന്ന് വായിച്ചു തുടങ്ങി. എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എനിക്ക് കാറ്റഗറി സിയിലാവണം എന്ന തീരുമാനം എടുത്തോണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കോടീശ്വരൻ ആവാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു ഫൂൾ അല്ലേ, ബുക്ക് വായിക്കാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോസിന്റെ കാര്യം, വേറെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് പകരം ഞാൻ ഈ വീഡിയോസ് കണ്ടു തുടങ്ങി. ചീഫിന്റെ വീഡിയോസ്, ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് കണ്ടു തുടങ്ങി. ഇതെല്ലാം ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെ നമുക്ക് ഈവൻസ് അറ്റൻഡ് ചെയ്യണ്ടേ, ബികോൺ അറ്റൻഡ് ചെയ്യണ്ടേ. അത് അത്ര എളുപ്പമായിരുന്നില്ലേ ബികോൺ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട്. സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളായിരുന്നു, 5-6 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പൈസയൊന്നും അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇന്റർൻ, എനിക്ക് ബികോൺ പോയേ പറ്റി ഇന്റർൻ ഉണ്ടായിരുന്നു. എനിക്ക് ക്യാഷ് എവിടുന്ന് വരുന്നത് എനിക്ക് അറിയില്ല. ഞാൻ വേറെ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വീട് മേടിക്കാനൊക്കെ. അപ്പൊ ആ ക്യാഷ് ഞാൻ അങ്ങനെ എടുത്ത് ഞാൻ ബികോൺ അറ്റൻഡ് ചെയ്തു. കാരണം ഞാൻ കാറ്റഗറി സി ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബികോണ് പോയത്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്, ബുക്സിന്റെ കാര്യം, ഡ്രീം ലിസ്റ്റിന്റെ കാര്യം, നെയിം ലിസ്റ്റിന്റെ കാര്യം, IIPസിന്റെ കാര്യം, ഇതെല്ലാം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ കാറ്റഗറി ബിയിലാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, കാറ്റഗറി ബിയിലായിരുന്നു. ഒറ്റ കാര്യമുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു.
ഇന്ന് മുതൽ ഞാനൊരു കാറ്റഗറി സിയിലായിരിക്കും എന്നുള്ളത്. ഞാൻ ഒരിക്കലും ജഡ്ജിയിലെ കാറ്റഗറി ബിയിലെ ആൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും ബിസിനസ് നിങ്ങൾക്ക് വലുതാക്കണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി സിയിലാവണം എന്നൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഓക്കെയാണ്. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ മാറ്റി വെക്കുക. ആറ് മാസത്തേക്ക് നിങ്ങളുടെ തലയിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ മാറ്റി വെച്ചേക്ക്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മച്ചിന്റെ മേലെ കൊണ്ട് കെട്ടിവെക്കില്ലേ, അതുപോലെ കൊണ്ട് കെട്ടിവെക്കും. 6 മാസം വെച്ച് നിങ്ങൾ അത് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തീരുമാനം എടുക്കുന്നു. എനിക്ക് അന്ന് നിങ്ങളുടെ സെക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു 1-on-1 മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വർഷം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ് സൂമിൽ കൂടെ. ഞങ്ങളുടെയൊക്കെ സമയത്ത് എന്ന് വെച്ചാൽ അന്തേരിയിലാണ്, മുംബൈ അന്തേരിയാണ്. ഞാൻ നവി മുംബൈയിൽ താമസിക്കുന്നു. ഓൺ സൺഡേ രാവിലെ 10 മണിയാകുമ്പോൾ 9:30 ആകുമ്പോൾ അവിടെ എത്തണം. ഒരു കോർപ്പറേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. സൺഡേ എന്ന ഒരൊറ്റ ദിവസമാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് അന്നത്തെ ദിവസമാണ് നമുക്ക് ഉറങ്ങേണ്ടത്. പക്ഷെ സിസ്റ്റത്തിന് എത്തണം. അത് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തവര്. അവര് സിസ്റ്റത്തിന് വരത്തില്ല. സിസ്റ്റം മിസ്സാവുമായിരുന്നു. എന്തുകൊണ്ടാണ് വരാത്തെന്ന് ചോദിക്കുമ്പോൾ പറയും, അപ്പോ കഴിഞ്ഞ ദിവസം രാത്രി കുറച്ച് അധികമായി പോയി, അപ്പൊ ഉറങ്ങിപ്പോയി, ഇപ്പൊ പാർട്ടിക്ക് പോയി എന്നൊക്കെ പറയും. അപ്പൊ ഞാനും പാർട്ടിക്ക് പോകാറുണ്ട്. സിസ്റ്റത്തിന് ഞാൻ 1/2 മണിക്കൂർ മുമ്പേ എത്തും. അതെന്റെ തീരുമാനമായിരുന്നു. അപ്പോ കൂട്ടുകാരെ, എനിക്ക് നിങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യത്തെ വർഷം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ആ തീരുമാനം. അതാണ് നിങ്ങളെ അടുത്ത രണ്ടാമത്തെ വർഷം 3-ാമത്തെ വർഷമൊക്കെ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ ആക്ഷൻസ് ഒക്കെയാണ് കാറ്റഗറി സി പോലെ ആയിരിക്കണം. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാനിത് വൈൻഡപ്പ് ചെയ്യും. ഒരു ഗ്രാമത്തിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഭയങ്കര നോട്ടി ആയിട്ടുള്ള 2 കുട്ടികൾ. മറ്റുള്ളവരെ കളിയാക്കുക, അവർ ചെയ്യുന്ന എല്ലാം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പോ ആ വ്യക്തി പറയുന്നത് എല്ലാം കള്ളമാണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു കുട്ടി പറയാണ്. അപ്പൊ മറ്റേ കുട്ടി ചോദിക്കുന്നത് എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചോദിക്കാണ്. അപ്പൊ ഒരു കിളിയുടെ കാര്യം പറയും. കിളീനെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കിലോട്ട് വെച്ച് അടച്ചു വെക്കാം. അപ്പൊ ബാബയുടെ നമുക്ക് ചോദിക്കാം, ഈ കിളി ചത്തിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ ചോദിക്കും. അപ്പൊ മറ്റേ കുട്ടി ചോദിക്കുക, അപ്പം കിളി ചത്തുപോയി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഞെക്കിക്കൊല്ലാം. അപ്പൊ അത് ചത്തുപോകും. ഇപ്പൊ അല്ല, ചത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഞെക്കിക്കൊല്ലാം. ചത്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ബാബ പറയുന്നത് നുണയാവുമല്ലോ. അപ്പൊ എങ്ങനെയാണെങ്കിലും ആള് പറയുന്നത് റോങ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികള് കിളീനെ എടുത്ത് പോവാണ്. ബാബയെടുത്ത് പോവാണ്. ചോദിക്കുകയാണ് ബാബയെടുത്ത്, ഈ കിളി ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബാബയ്ക്ക് മനസ്സിലായി ഇവരുടെ കള്ളത്തരം. ചിരിച്ചോണ്ട് കാര്യം പറയണം. ആ കിളിയുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ പറപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൊല്ലാം. ഇതാണ് ബാബ കൊടുത്ത ഉത്തരം. അപ്പൊ കൂട്ടുകാരെ, ഈ ബിസിനസ്സും അതേപോലെ ആ കിളിയെ പോലെയാണ്. നിങ്ങളുടെ കയ്യിലുണ്ട് ബിസിനസ്. അത് നമ്മുടെ തീരുമാനമാണ്. ഇനി അതിനെ പറപ്പിക്കണോ അതോ അതിനെ കൊല്ലണോ എന്നുള്ളത് ആ ഒരു ഒറ്റ തീരുമാനമാണ്. ഇന്നു മുതൽ കാറ്റഗറി സിയിലാകും, കാറ്റഗറി സി പേഴ്സൺ ആവും. ഞാൻ കാറ്റഗറി സിയിലെ വ്യക്തിയായിട്ട് ആക്ട് ചെയ്യും, ബിഹേവ് ചെയ്യും, അതേ തോട്ട് പ്രോസസ്സിൽ വരും. ഈ 6 മാസം അത് തന്നെ ഞാൻ ചെയ്യും എന്ന് തീരുമാനം എടുക്കുക. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ ഒരു സക്സസ് നിങ്ങൾ ചിലപ്പോൾ കാണില്ല. നിങ്ങളുടെ ഫോക്കസ് മൊത്തം നിങ്ങൾ ഈ പ്രോസസ്സിലായിരിക്കും. നമ്മൾ ഒരിക്കലും ബിസിനസ്സുകാരായിട്ടില്ല, നമ്മൾ സെൽഫ് എംപ്ലോയീസ് ആണ്. അപ്പൊ ബിസിനസ് കോഡറിലോട്ട് മാറണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ബിസിനസ് സി കാറ്റഗറി ആൾക്കാരെ പോലെ ചിന്തിക്കണം.
ആ തീരുമാനം എടുക്കുക, നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഈ ബിസിനസ് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ കൊല്ലാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ആകാശത്തോളം നിങ്ങൾക്ക് പറപ്പിക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾ IIP-ക്ക് വരുന്നതിന് നിങ്ങളുടെ ഡ്രീം ലിസ്റ്റ്, നെയിം ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ഇന്ന് മുതൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി C ആവാം. നമ്മുടെ ചിന്തയും നമ്മുടെ ആക്ഷനും നമ്മുടെ വാക്കുകളും എല്ലാം കാറ്റഗറി C പോലെ നമുക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇനിയും കാണാം. താങ്ക് യു.